തിരുവനന്തപുരം വെമ്പായത്തെ അഭിജിത്തിന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. തേക്കട സ്വദേശി അഭിജിത്ത് മരിച്ചത് ട്രെയിൻ തട്ടിയെന്ന് ലോക്കോ പൈലറ്റ് മൊഴി നൽകി. മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിന്റെ വാദം. നീതി തേടി കുടുംബം സർക്കാരിനെ സമീപിച്ചു. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, ദുരൂഹതയുണ്ട് എന്ന് കുടുംബം ആരോപിക്കുമ്പോൾ പക്ഷേ ലോക്കോ പൈലറ്റിന് മൊഴി ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. വിവരങ്ങൾ എന്താണ്? കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊരു പോലീസിന്റെ അറിയിപ്പ് എത്തുന്നത് അഭിജിത്തിന്റെ കുടുംബത്തിലേക്ക്. അത് 16 വയസ്സുകാരനായ അഭിജിത്ത് മാർച്ച് 3-ാം തീയതിയാണ് വീട് വിട്ടിറങ്ങുന്നത്. അതിനുശേഷം 5-ാം തീയതി തിരുവനന്തപുരം പേട്ടയിലെ റെയിൽവേ സ്റ്റേഷന് സമീപം മരിച്ച നിലയിൽ കാണപ്പെടുന്നു. അത് ട്രെയിൻ അപകടമാണ് എന്നുള്ളതാണ് പിന്നീട് പോലീസ് നൽകുന്ന വിശദീകരണം. ഒരു മാസം ആ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കുകയും ഏപ്രിൽ 5-ാം തീയതി പേട്ട പോലീസ് അത് സംസ്കരിക്കുകയും ചെയ്തത്. പിന്നീടാണ് ഈ അഭിജിത്തിന്റെ സുഹൃത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അത് 5-ാം തീയതി മരണം സംഭവിച്ചിരുന്നു എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഈ കാര്യത്തിൽ പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ഗൂഢാലോചനയും ഒപ്പം തന്നെ കൊലപാതകം അടക്കം സംശയിക്കുകയാണ് കുടുംബം. ഇതിനിടയിലാണ് ഇപ്പോൾ ട്രെയിൻ ഓടിച്ചിരുന്ന ലോക്കോ പൈലറ്റിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. ലോക്കോ പൈലറ്റ് പറയുന്നത് ഇതൊരു ട്രെയിൻ അപകടമാണ്, ട്രെയിനിന് മുന്നിലേക്ക് വീണതാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അപകടം ഉണ്ടായി മരണപ്പെട്ടതാണ് എന്നുള്ളൊരു മൊഴിയാണ്. ചാടിയതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ അങ്ങനെയുള്ള വിശദീകരണങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവിടുന്നില്ല. ലോക്കോ പൈലറ്റ് ആകെ നൽകുന്ന വിശദീകരണം മൊഴി എന്നുള്ളത് ഇതൊരു അപകടമാണ്, കൊലപാതകമോ അത്തരത്തിലുള്ള ദുരൂഹതകളോ സംശയിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. എന്തായാലും കുടുംബം ആ ഒരു കൊലപാതകം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഒരു മാസം മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം പിന്നീട് സംസ്കരിക്കുമ്പോൾ കുടുംബത്തെ അറിയിച്ചിരുന്നില്ല. ഒപ്പം തന്നെ വട്ടപ്പാറ പോലീസിനെ കുടുംബം പരാതി നൽകിയിരുന്നെങ്കിലും വട്ടപ്പാറ പോലീസ് കാര്യമായി അന്വേഷിച്ചിരുന്നില്ല. പോലീസ് സ്റ്റേഷനുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നില്ല. അങ്ങനെ ഗുരുതരമായിട്ടുള്ള വീഴ്ച പോലീസിനെതിരെ ഉയർത്തുകയാണ്. DGPക്കും മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി നിയമ നടപടികളുമായി കുടുംബം മുന്നോട്ട് പോവുകയാണ്. ശരി.